നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയ ഗായിക മഞ്ജരിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം JB ജംഗ്ഷനിൽ. മഞ്ജരിയുടെ ഗാനസബരിയിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഇതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ചെറിയ പ്രായത്തിലെ തന്നെ വലിയൊരു ബഹുമതി മഞ്ജരിക്ക് കിട്ടി. മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ ഭയങ്കര ഐ എം വെരി അറ്റാച്ച്ഡ് ടു ദിസ് സോങ്. രമേഷ് ജിയുടെ കോമ്പോസിഷൻ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഐ ഡോണ്ട് തിങ്ക് ഐ ഹവ് സങ്. കാരണം ഇതിൻ്റെ ഒരു രമേഷ് താരാന്റെ ഗർഷോമിൽ ഒരു പാട്ടുണ്ട്, പറയാൻ മറന്ന പരിപാടി. ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഐ വാസ് ലൈക്ക് ഐ ഗോ ക്രേസി. ആ പാട്ട് ഭയങ്കര കോമ്പോസിഷൻ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാൻ എപ്പോഴും രമേശ് എടുത്ത് പറയാം, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കണമെങ്കിൽ ഐ വുഡ് ലവ് ടു സിങ് ഇറ്റ്. ഈ പാട്ട് ഫസ്റ്റ് 2 ലൈൻസ് കേട്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് ഇതിൻ്റെ അടുത്ത ലൈൻ എങ്ങനെയായിരിക്കും ഇത്. ഈ ചാഞ്ചാടിയാട് എന്ന് പറഞ്ഞ സോങ് അതിന് തൊട്ട് മുന്നേ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഗായത്രി അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അതിന് ശേഷമാണ് ഞാൻ പാടാൻ ചെല്ലുന്നത്. അപ്പം എനിക്ക് ഈ കോമ്പോസിഷൻ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു അശരീരി സ്റ്റൈലിൽ വേണം ഈ പാട്ട് പ്രസൻറ്റ് ചെയ്യാൻ. കാരണം ഇതൊരു വല്ലാത്തൊരു തേങ്ങലാണ്. അപ്പം ഇത്രയും വലിയ വാക്കുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രായമില്ലായിരുന്നില്ല എനിക്ക്. അപ്പോൾ മേ ബി ജയരാജ് സർ ഈ വാണ്ടഡ് എ വെരി റഫ് ഒരു ടൈപ്പ് വോയിസ്. അപ്പോൾ അത് ഒരു ട്രയൽ, ഇറ്റ് വാസ് എ ട്രയൽ, ഒരു കംപ്ലീറ്റ് ട്രയൽ ആയിരുന്നു. ബട്ട് അവർക്ക് ഇൻഫാക്ട് രമേഷ് ജി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അത് നമ്മൾ ഒരു ട്രയൽ ബേസിസിൽ പോകണം. ആ ഒരു വികാര തീക്ഷ്ണതയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ഇതുണ്ടായിരുന്നോ മഞ്ജരിക്ക്? തികച്ചും അത് ആ മ്യൂസിക് ഡയറക്ടറിന്റെ കഴിവാണ്. കാരണം ആ കോമ്പോസിഷൻ നമ്മൾ പഠിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രാവശ്യം പാടി അത് ബൈ ഹാർട്ട്. മഞ്ജരി ഈ പാട്ട് പാടുമ്പോൾ ഈ പറഞ്ഞ ഒരു സംസ്ഥാന ബഹുമതിയിലേക്ക് മഞ്ജരിയെ എടുത്തുയർത്താൻ പറ്റുന്ന ഒരു പാട്ടാണെന്ന് ചിന്തിച്ചിരുന്നോ? എനിക്ക് എന്താണ് സ്റ്റേറ്റ് അവാർഡ് എന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത്. ബിക്കോസ് ഞാൻ നാട്ടിൽ വന്ന സമയമല്ലേ. അപ്പം ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാത്ത ആളാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ചിത്ര ചേച്ചി, സുജാ ചേച്ചി ഒക്കെ എന്നെ മസ്കറ്റിലോ ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. മലയാളം പാട്ടുകൾ മാത്രം. എവിടെ ഇപ്പോഴോ? ഇപ്പൊ വായിക്കും. യെസ്. അപ്പൊ ഇതിന്റെ ഒന്നും പ്രാധാന്യം അറിയില്ല. ആൻഡ് TV-യിൽ പേര് സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴാണ് ഐ വാസ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എത്രമാത്രം മഹത്വപൂർണ്ണമാണെന്നുള്ള ഒരു സംഭവം എനിക്ക് ക്ലിക്ക് ചെയ്തില്ല. അത് വന്നത് എൻ്റെ സീനിയർ മ്യൂസിഷ്യൻസ് ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു തുടങ്ങിയപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ്. ചിത്ര ചേച്ചി ഫോൺ ചെയ്തു, സുജാത ചേച്ചി ഫോൺ ചെയ്തു. അപ്പം ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ്, ഇത് വലിയൊരു അംഗീകാരമാണ്. പക്ഷെ എനിക്ക് അതേപോലെ വിഷമമുണ്ടായത് ഇതെനിക്ക് കൈകൊണ്ട് പോയി സ്വീകരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നില്ല. സൂര്യ കൃഷ്ണമൂർത്തി സാറുടെ പ്രോഗ്രാമായിട്ട് വേൾഡ് ടൂറിലായിരുന്നു. അന്ന് സ്വിറ്റ്സർലൻഡിൽ ഷോ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമം എനിക്കത് ഏറ്റുവാങ്ങാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് കുറേ കഥകളൊക്കെ വന്നു. മഞ്ജരി വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് വന്ന് കളക്ട് ചെയ്തില്ല, അങ്ങനെയൊക്കെ സ്റ്റോറീസ് ഒക്കെ വന്നു. അന്ന് മുതലേ മഞ്ജരി കഥകൾ എന്നെ ഞാൻ ഉണ്ടാക്കുന്നല്ലോ സർ, ഉണ്ടാക്കിക്കാൻ. അതെ. അപ്പോൾ നല്ലതാണല്ലോ, നല്ലതല്ലേ, ഉറപ്പല്ലേ മഞ്ജരി? വേറെ ഗുണം എന്താ പറയുക, ഈ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഞാൻ പറയാൻ ഇപ്പം മഞ്ജരി ഇപ്പോൾ എടുത്തിരിക്കുന്ന ട്രാക്കിനോട് എനിക്കൊരു വിയോജിപ്പുള്ള എന്താ അറിയോ? കുറേ ശത്രുക്കളും കുറേ ഗോസിപ്പുകളും ഇങ്ങനെ എപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഉണ്ടാകണം. അപ്പോൾ ഞാൻ നന്നാവരുത്. സക്സസിന്റെ ചിഹ്നം അതാണ്. സീരിയസ് ആയിട്ട്, എസ്പെഷ്യലി as you are in Mumbai, ഗോസിപ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, അളവുകോൽ. ഉണ്ടാക്കണം ഒരാളുടെ അളവുകോൽ വിജയത്തിന്റെ. വരട്ടെ,
ഒരുപാട് വർക്കുകൾ മഞ്ജരി എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. മുകിലിൻ മകളെ എന്ന പാട്ട് കാര്യം വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൽ അത് വേണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാര്യം വേറെ ആരും പറഞ്ഞിട്ടില്ല. ആ പാട്ട് അങ്ങനെയാണുള്ളത്. എൻ്റെ കോമ്പോസിഷൻ അങ്ങനെയായിരുന്നു. ആ കോമ്പോസിഷന് പറ്റിയിട്ടുള്ള ഒരു വോയിസ് ഞാനിങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു. ചിലപ്പോൾ സംശയത്തിൽ നിൽക്കുകയായിരുന്നു, മഞ്ജരി ശരിയാവുമോ എന്നൊക്കെ. അപ്പോഴാണ് ഒരിക്കൽ പാടി ഞാൻ പിന്നെ എഗെയിൻ മഞ്ജരിയെ വിളിച്ചിട്ടപ്പോൾ അത് ഞാൻ പാടിച്ച് നോക്കി. അപ്പോൾ എഗെയിൻ രണ്ടാമതും കുറച്ചുകൂടെ പുഷ് ചെയ്ത് അതിൻ്റെ വേറൊരു ഒരു സ്റ്റൈലിൽ പാടാൻ ഞാൻ നോക്കിയപ്പോഴാണ് അപ്പോൾ വെരി ടാലൻറ്റഡ്. കാര്യം അതിൻ്റെ അകത്ത് ഒരുപാട് കഴിവ് കാണിക്കാൻ പറ്റുന്ന വോയിസാണ് മഞ്ജരിയിലുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾക്ക് നല്ലൊരു ഗായികയാണ് കിട്ടിയിരിക്കുന്നത് മഞ്ജരി എല്ലാവരും നന്നായിട്ട് ആ വോയിസ് ഉപയോഗിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. മഞ്ജരി പിന്നീട് ഹിറ്റുകളുടെ ഒരു പ്രവാഹമായിരുന്നു. മഞ്ജരി തന്നെ ഈ ലോകത്തൊന്നും അല്ലാതായി പോയി, എവിടെയൊക്കെയോ പോയി. മഞ്ജരി ആൾക്കാർ പിടിച്ച് അമ്മാനമാടിക്കൊണ്ടുപോയി. കേരളത്തിൽ ഏറ്റവും ഹിറ്റുകൾ പ്രദാനം ചെയ്തിട്ടുള്ള ഒരു സംഗീത ഫാക്ടറി ആയിട്ട് മഞ്ജരി മാറുകയാണ്. അതൊരു ഭാഗ്യമായിരുന്നു, തീർച്ചയായിട്ടും ഭാഗ്യമായിരുന്നു. എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കിട്ടി. എനിക്ക് കുറേ സോളോസ്, സിംഗിൾ പാട്ടുകൾ കിട്ടി. സോളോസ്, ഡ്യുവറ്റ്സിനെക്കാളും സോളോസ് കിട്ടി. അപ്പം ഐ റിയലി ഫീൽ അത് ഇസ് എ ബ്ലെസ്സിങ്. വേണമെങ്കിൽ അതിലൂടെ വേണമെങ്കിൽ പെട്ടെന്നൊരു ഓട്ടപ്രദർശനം നടത്താമാണല്ലോ. മഞ്ജരിയുടെ ഈ പാട്ടിലായിരുന്നെങ്കിലും മീര ജാസ്മിൻ കുഴഞ്ഞു പോയേനെ. വേണമെങ്കിൽ മീരയുടെ അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, സാധാരണ ഒരാൾ കാണിക്കാത്ത വേണമെങ്കിൽ എക്സെൻട്രിസിറ്റി വേണമെങ്കിൽ അതിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു വൈദഗ്ധ്യം. അതിനോട് ചേർന്ന് വേണമെങ്കിൽ മഞ്ജരിയുടെ ശബ്ദവും വേണമെങ്കിൽ പോയിട്ടുണ്ട്. അത് വളരെയധികം എന്നുവെച്ചാൽ ആ സിനിമയുടെ ഒരു എന്താ പറയുക ഒരു പവറായിട്ട്. എനിക്ക് ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടിയ പാട്ടാണ് ആറ്റിൻകരയോരത്ത്. എനിക്ക് ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ടാക്കി തന്ന ഒരു സോങ് ആണ്. എനിക്ക് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. തിയേറ്ററിലൊക്കെ ആൾക്കാർ കൈയൊക്കെ അടിച്ച് പാട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് കോൾസ് വരുമായിരുന്നു. ആൻഡ് അത് തീർച്ചയായിട്ടും നമ്മുടെ ഫാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമാണ്. അവരില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടൈം മീര ജാസ്മിന്റെ അടുത്തും ലാലേട്ടന്റെ അടുത്തും സംസാരിക്കുന്നത് ഈ പാട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യൻ അങ്കിള് ഫോൺ ചെയ്തിട്ട് എനിക്ക് ഇവരോട് സംസാരിച്ചു. ഞാൻ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. മീര പറഞ്ഞില്ലേ മഞ്ജരിയുടെ ശബ്ദമില്ലായിരുന്നു എനിക്ക് ഇത്രത്തോളം ഭാവം വരില്ലായിരുന്നു പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ പാട്ട് നന്നായി പാടിയിരുന്നു. ആ പാട്ടിനോടൊപ്പം ഉയർന്നോ യഥാർത്ഥത്തിൽ മീര ജാസ്മിൻ? ഓഫ് കോഴ്സ്, നാഷണൽ അവാർഡ് വിന്നർ. ചോദിക്കുകയാണ്, ആ പാട്ടിന്റെ മഞ്ജരി പാടിയപ്പോൾ മീര ഇങ്ങനെ ആയിരിക്കുമെന്ന് മഞ്ജരി വിചാരിച്ചു? ഞാൻ ശബ്ദം കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ എക്സ്പ്രഷൻസ് ഇല്ലാതെ ആ ശബ്ദമൊക്കെ എങ്ങനെ വരും എന്നുള്ളത് മഞ്ജരിക്ക് ഒരു ഭാവന ഉണ്ടായിരുന്നു. എനിക്ക് താമരക്കുരുവി പാടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹാഡ് ആൻ ഐഡിയ. യെസ്, ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നു മീര ജാസ്മിൻ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യാന്ന്. മേബി ബിക്കോസ് ഞാൻ കുറച്ച് ഐ ആം എ ലിറ്റിൽ സിനിമാറ്റിക് വെൻ ഐ. ഇനി മീര ജാസ്മിൻ എങ്ങനെ മാറ്റിക്കളഞ്ഞ് മഞ്ജരി അവിടെ കൊണ്ടിട്ടിരുന്നത് എന്തായിരുന്നു സ്ഥിതി? ഇതുപോലെ തന്നെയൊക്കെ വരുമായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനൊരു അഭിനേതാവല്ലോ. ആണെന്നല്ലേ നേരത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ ഒന്ന് പറഞ്ഞത്. അല്ല, പക്ഷേ മികച്ച അഭിനേതാവാണെന്നല്ലോ. അന്നേരം ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ ആസ് എ പ്ലേബാക്ക് സിംഗർ നമ്മൾ ആ സിംഗർ ആയിട്ടല്ലേ ആലോചിക്കുന്നുള്ളൂ. സോ മീര ജാസ്മിൻ ഇസ് ഓസം. എനിക്ക് അവർക്ക് വോയിസ് കൊടുക്കാൻ മഞ്ജരിയുടെ ശബ്ദവും മീരയുടെ അഭിനയം കൂടി ചേർന്നപ്പോൾ അത് വലിയൊരു കെമിസ്ട്രിയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും. ഈ സിനിമ വലിയ വിജയിച്ചില്ലെങ്കിൽ പോലും ഈ പാട്ട് വളരെ വലിയ ഹിറ്റായി, വൻ ഹിറ്റായി. അപ്പം സിനിമയുടെ വിജയാപജയങ്ങളെ ഒന്നും മഞ്ജരിയുടെ പാട്ട് ശ്രദ്ധിക്കുന്നില്ല. ആ സിനിമയുടെ എന്താ പറയുക അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശേഷി മഞ്ജരിയുടെ പാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ജരി എന്ന് പറയും. നല്ലതല്ലേ? താങ്ക് യു.
ഭാഗങ്ങളൊക്കെ മനസ്സിൽ നിറയാറുണ്ട് രാത്രി മഴയിൽ. തീർച്ചയായിട്ടും അന്ന് നല്ല മഴയായിരുന്നു ശരിക്കും ഇത് പാടുമ്പോൾ. എനിക്ക് കമൽ സാറുണ്ട് അവിടെ, മോഹൻ സിത്താര സാറുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് കമൽ സാറിൻ്റെ പ്രോജക്റ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മോഹൻ സാറിന് വേണ്ടിയിട്ട് പാടുന്ന സോങ് ആണിത്. അപ്പം കമൽ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു യു സാർ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു എൻ്റെ പ്രോജക്റ്റ് ആണിത് പറഞ്ഞു. സോ സാർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ, എന്തായിരിക്കും, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം തികച്ചും ഒരു ഹിന്ദുസ്ഥാനി ശൈലിയിൽ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ശൈലിയിൽ റെക്കോർഡ് ചെയ്യണം ഈ സോങ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ആൻഡ് എനിക്ക് കിട്ടിയ സോങ്സിൻ്റെ ലിസ്റ്റിൽ വെച്ച് നോക്കുമ്പം ദിസ് ഈസ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സോങ്സ്. മമ്മൂക്കയുടെ ഫസ്റ്റ് മൂവി, ഞാൻ പാടുന്ന ഫസ്റ്റ് മൂവി, ദാറ്റ് ഈസ് അനദർ ഭാഗ്യം. മീര ജാസ്മിന് ഒരുപാട് നല്ല പാട്ടുകൾ മഞ്ജരി പ്രദാനം ചെയ്തു. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെവിടെ ഒരു പൊരുത്തം ഇവിടെ കാണപ്പെട്ടായിരുന്നു. എന്താണ് ഉദ്ദേശിച്ചത് സർ? അത് വന്നു ഭവിച്ചു. അടുത്തൊരു പാട്ട് ഇവിടെയും വരുന്നത് മീര തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു. മഞ്ജരി ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല. മഞ്ജരിയുടെ പ്രയാണം വീണ്ടും വീണ്ടും അനുസ്യൂതമായിട്ട് മുമ്പോട്ട് പോയി. ഒരു സംസ്ഥാന ബഹുമതി കൊണ്ട് മഞ്ജരി തൃപ്തിപ്പെടാൻ ഒരുക്കമായിരുന്നില്ല. വരട്ടെ, വലിയ ഭാവമാണ് ഈ സിനിമ, ഈ പാട്ട്. ഒരുപക്ഷെ പ്രേക്ഷകന്റെ മനസ്സിനെ എവിടേക്കോ കൊണ്ടുപോയി വരും. തീർച്ചയായിട്ടും മഞ്ജരി വേണമെങ്കിൽ ആ ലൂപ്പിൽ പെട്ടിട്ടുണ്ടാവും അല്ലേ? യെസ്. മൈ ഫസ്റ്റ് സോങ് ഫോർ എം ജയചന്ദ്രൻ, മ്യൂസിക് ഡയറക്ടർ. ഫസ്റ്റ് സോങ് അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കോമ്പസിഷൻസ് ഇതായിരിക്കും. അപ്പം എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഐ വുഡ് സെലക്ട് ദിസ് സോങ്. അതിപ്പോൾ ഞാൻ പാടിയതുകൊണ്ടല്ല, ബട്ട് there is lot of pain in this composition. മഞ്ജരി കരഞ്ഞോ? ഞാൻ കരഞ്ഞില്ല, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇത് പാടാൻ. എടുക്ക് നോക്കട്ടെ, ആ കഷ്ടപ്പാടുന്ന കൂടെ നമുക്ക് കാണട്ടെ. ഞാൻ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുള്ളുള്ള മുരിക്കിന്മേൽ മുത്തുപോലെ തുടുത്തൊരു പനിനീരേ മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തേ തുടുത്തൊരു മുത്തുപോലെ മുത്തുപോലെ തുടുത്തൊരു പനിനീരേ അന്നും മഴ പെയ്തു. മഴ പെയ്യിപ്പിച്ചു. അന്നും മഴ പെയ്തു. അതും മഴയുണ്ട്. എല്ലാം ഒത്തുവരുമായിരുന്നു അല്ലേ? എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിലും എനിക്കറിയില്ല, അതൊക്കെ ചുമ്മാ മാ വെച്ച് തുടങ്ങും. മുകിലിൻ മകളെ, മുള്ളുള്ള മുരിക്കിന്മേൽ, വലിയൊരു മഴയും ഒരുമിച്ച് വന്നു. വലിയൊരു ഭാഗ്യമാണ് മഞ്ജരിക്ക് വന്നത്. ഒരുപാട് ഹിറ്റുകൾ മഞ്ജരി മലയാള സിനിമയിൽ പ്രദാനം ചെയ്തു. അതും പെട്ടെന്ന്, എനിക്ക് വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടം കൊണ്ടാണ് ഇതെല്ലാം അച്ചീവ് ചെയ്തിരിക്കുന്നത്. വേറെയും ഒരുപാട് പാട്ടുകളുണ്ട്. ഒരു പക്ഷേ മഞ്ജരിയുമായിട്ടുള്ള ഒരു അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിലൂടെയൊക്കെ ഒന്ന് പോകേണ്ടത്. എന്താ കാരണം വെച്ചാൽ
നാളെ ഇതൊക്കെ ഒരു മഞ്ജരിയുടെ ജീവിതത്തിലെ നഖചിത്രങ്ങളാണ് ഇത് വരുന്നത്. ഫസ്റ്റ് സ്ക്രീൻ അപ്പിയറൻസ്. ഇതിൽ ഏത് മരത്തിലാണ് കയറിയത്? ഒന്ന് നോക്കട്ടെ, മരം എവിടെയാണ്? അവിടെ ഇവിടെ ഒരു മരമുണ്ട്. കുറെ നേരം കയറിയിരുന്നോ? അവിടെ ഇരിക്കായിരുന്നു. പക്ഷെ മരം കയറാനൊക്കെ നല്ല വൈബ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ ഒരു മരം കയറിയൊന്നും ആയിരുന്നില്ല. മസ്കറ്റ് ലൈനുള്ള ഒരു അവസരം ഒന്നും ഉണ്ടായില്ല. മരം ഉണ്ടാകാത്തത് മസ്കറ്റിന്റെ ഭാഗ്യം. അതെ. വേണമെങ്കിൽ 2 ലൈൻ പാടാം. പക്ഷേ വേണും കൂടി ഇതിലൂടെ വന്ന് നമ്മുടെ ഈ ഷോയിൽ വന്ന് ചേർന്നാണ്. വേണുവിനോട് ഒരിക്കൽ നീ പറഞ്ഞു, പതുക്കെ നീ പറഞ്ഞു, പ്രണയം ഒഴുകും പുഴയാണെന്ന്, പ്രണയം ഒഴുകും പുഴയാണെന്ന്. പുഴയിൽ കൊലുസിൻ ചിരിയാണെന്ന്, പുഴയൻ കൊലുസിൻ ചിരിയാണെന്ന്. ആ ആ ആ മഞ്ജരിക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ഹ്രസ്വകാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ പ്രദാനം ചെയ്ത ഒരു എന്താ ഗായികയുടെ പട്ടികയിൽ വേണമെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ആ സ്ലാബിൽ വേണമെങ്കിൽ സ്ഥാനം പിടിക്കാൻ പറ്റുന്നൊരു ഗായികയാണ്. താങ്ക് യു. പക്ഷേ മഞ്ജരി പാടി ഒരുപാട് പാട്ടുകൾ ഒരുപക്ഷെ മഞ്ജരിയുടെ ക്രെഡിറ്റിൽ വരാത്തതിന് കാരണം ഒരുപക്ഷെ പാട്ടുകളുടെ ബാഹുല്യമായിരിക്കാം. വേണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പാട്ടുകൾ തിങ്ങി നിന്നു, ഒരുപാട് പാട്ടുകൾ വന്നു. അപ്പം പ്രേക്ഷകർ നോക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പാട്ടുകൾ എടുത്തു, കുറച്ച് പാട്ടുകൾ വേണമെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരതിലേക്ക് വരുന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് പാട്ടുകളുണ്ട് മഞ്ജരിക്ക്. ഞാൻ അതുപോലെ പാടിയ ഒരു സോങ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ മൂവിയിൽ എൻ്റെ ഖൽബിലെ അതിന് പകരം വേറൊരു സോങ് ഉണ്ടായിരുന്നു, ചില്ലു ജാലക വാതിലിൽ. അതൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, അലക്സ് പോൾ സാറുടെ തന്നെയാണ്. അപ്പോൾ ആ പാട്ട് ഞാൻ സ്റ്റേജ് ഷോസിന് പോകുമ്പോൾ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ അത് റിക്വസ്റ്റ് എനിക്ക് വരാറുണ്ട്. അത് ബ്യൂട്ടിഫുൾ സോങ്. ഐ ജസ്റ്റ് തിങ്ക് 2 ലൈൻസ്. ചില്ലു ജാലകവാതിലിൻ തിരശീല ഞൊറിയുമ്പോൾ മെല്ലെയൊന്നു കിലുങ്ങിയോ കൈവളകളറിയാതെ. ചില്ലു ജാലകവാതിലിൻ തിരശീല ഞൊറിയുമ്പോൾ മെല്ലെയൊന്നു കിലുങ്ങിയോ കൈവളകളറിയാതെ. മനസ്സൊന്നു ചെല്ലുമ്പോൾ നെഞ്ചിലൂടെ പറന്നു പോയൊരു പൂങ്കുയിൽ വെറുതെ. ചില്ലജാലകവാതിലിൽ തിരശീല ഞൊറിയുമ്പോൾ മെല്ലെയൊന്നു കിലുങ്ങിയോ കൈവളകളറിയാതെ. വളരെ ഒരുപാട് പേര് ശ്രദ്ധിച്ചൊരു പാട്ടാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഒരുപാട് അടിപൊളി CD-യിൽ മാത്രം അത് ഒതുങ്ങിപ്പോയി. അങ്ങനെ ചില ദൗർഭാഗ്യങ്ങളും വരാറുണ്ട്. ചില പാട്ടുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ചിലത് അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നായി. മഞ്ജരിക്ക് വളരെയധികം പ്രശസ്തി എടുത്തുന്ന മറ്റൊരു പാട്ടിയെ കാണിച്ചു. നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ടെനക്ക് പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്. നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ മഞ്ജരി തയ്യാറായില്ല. അംബീഷ്യസ് അല്ലേ? ഓഫ് കോഴ്സ്. ആസ്പിറേഷൻസ്. യു ഹാവ് അംബീഷൻസ് ഓർ യു ആർ അംബീഷ്യസ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഐ ആം
യു ആർ ambitious. തൃപ്തിയില്ല. തൃപ്തിയുടെ അല്ല, ഐ ഡോണ്ട് തിങ്ക് അത് തൃപ്തിയുടെ ഭാഗമായിട്ട് വരും എന്നുള്ളത്. അത് it's a positive word. I mean, I take Yeah, it very, positive, അതാണ്. I take it തൃപ്തി you are not- is like you're not satisfied with anything. ഞാനത് പോസിറ്റീവിലാണ് പറയണത്. എന്താ കാരണം വെച്ചാൽ എനിക്കിതുകൊണ്ടൊന്നും തൃപ്തനാകുന്നില്ല. ഞാൻ ഐ നീഡ് ലിറ്റിൽ മോർ. അല്ല, ഐ തിങ്ക് I have a long way to go. എനിക്ക് ഒരു നമ്മളിപ്പോൾ ഈ ഒരു പ്രായത്തിൽ അയ്യോ ഇത്രേ പറ്റുള്ളൂ അങ്ങനെ I don't want to be Laid back അല്ല. laid back at all. അഥവാ ഒരു പക്ഷേ ഏതെങ്കിലും മേഖലയിൽ ഒരു അവസരം കുറയുന്നുണ്ടെങ്കിൽ യു ഫീൽ റെസ്റ്റ്ലെസ്, ഒരു അസ്വസ്ഥത വരുമോ? നോ, ഞാൻ യൂഷ്വലി ഉദാഹരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ മഞ്ജരിയുടെ സിനിമ ഗാന വസന്ത കാലഘട്ടം ഇങ്ങനെ നമ്മൾ കണ്ടു. ഈ അടുത്ത കാലത്ത് മഞ്ജരിക്ക് ഒരു പക്ഷെ അതിൻ്റെ തോതിൽ പാട്ടുകളില്ല. ഇല്ല, പാട്ടുകളില്ല എന്നല്ല, പക്ഷെ ആ തോതിലില്ല. അതിൻ്റെ ആ കുത്തൊഴുക്കും പ്രവാഹവും കുറഞ്ഞു. ഓക്കെ. റെസ്റ്റ്ലെസ് ആകുമോ? അതെയോ? റെസ്റ്റ്ലെസ്, ഞാൻ അങ്ങനെ റെസ്റ്റ്ലെസ് ആവുന്നില്ല. ഇൻസെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല, ഐ ടേക്ക് ഇറ്റ് ആസ് മൈ ടൈം ടു ലേൺ മോർ മ്യൂസിക്, ലേൺ മോർ, വേറെ വഴിയിലേക്ക് പോകാൻ, വൈ നോട്ട്, വേറെ പരീക്ഷണങ്ങൾ നടത്താൻ, എക്സ്പ്ലോർ ചെയ്യാൻ. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനും അതിനുള്ള. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ടൈം, ഇപ്പൊ നമുക്കൊരു ടൈം സ്ലോട്ട് കിട്ടുകയാണ്. നമ്മൾ ആ സമയത്ത് നമുക്ക് അതിനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. വെറുതെ ഇരുന്ന് അയ്യോ എനിക്ക് പാട്ടൊന്നും ഇല്ലല്ലോ എന്ന് കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് ആൾക്കാർ പറയും. എന്താ കാരണം? അത് എടുക്കാനുള്ള ഒരു എന്താ പറയുക, ചങ്കൂറ്റമുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. ഒരിക്കലും അതിൽ അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല. ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും. And of course you will, there will be an up after that. അതിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. To stay. വേണമെങ്കിൽ മലയാള സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞത് വേണമെങ്കിൽ മറ്റ് മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ മഞ്ജരിയെ സഹായിച്ചിട്ടുണ്ട്. സംഗീതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റും. എനിക്കിപ്പം മേ ബി ബോംബെയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ മേ ബി ദാറ്റ്. കാരണം എനിക്ക് ഞാൻ ഒരുപാട് പ്രോജക്ട്സ്, ഞാൻ ഓൾമോസ്റ്റ് ഐ വാസ് കംപ്ലീറ്റ്ലി ബിസി. അപ്പോൾ ചില സാഹചര്യങ്ങളാണ് നമ്മളെ ചില സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉപരി പഠനത്തിനായി ഹിന്ദുസ്ഥാനി മ്യൂസിക് കൂടുതൽ പഠിക്കാനായി ഒരു അവസരം ശരിക്കും കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് എനിക്കിവിടെ സോങ്സ് ഇല്ല എന്നുള്ള, ഞാൻ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഉറുമി പാടുന്നത്. അപ്പം മ്യൂസിക് ഹാസ് നോ സൈഡ് എഫക്ട്സ്. മഞ്ജരി തമിഴ് മലയാളത്തിൽ ശ്രദ്ധേയമായ ഒരുപാട് പാട്ടുകൾ കൊടുത്തു. തമിഴിലും അതുപോലെ മഞ്ജരി ശ്രദ്ധിക്കപ്പെട്ടു. ഭാഷയും ഡിക്ഷനൊന്നും ഒരു പ്രശ്നമായിട്ടില്ല. ഒരു പ്രശ്നമുണ്ട്? യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം? അല്ല, ഐ ടുക്ക് എഫേർട്ട് ആൻഡ് ഐ ലേൺഡ് ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് തമിഴ്. ആദ്യം പാടി കേൾപ്പിച്ചു, ഇത് ശരിയാണോ? അല്ല, ഞാൻ ഫസ്റ്റ് പാട്ട് പാടുമ്പോൾ എനിക്ക് തമിഴ് അറിയില്ല. പക്ഷെ ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത്, കാരണം ചിത്ര ചേച്ചി പറഞ്ഞ അറിവുണ്ട് ദാറ്റ് ചിത്ര ചേച്ചി പാട്ട് പൊതുവേ ഒരു ഭാഷ പഠിച്ചിട്ട് പാടാറുണ്ട് എന്നുള്ള. അപ്പം നമ്മുടെ സീനിയേഴ്സ് ആണല്ലോ, നമ്മുടെ സീനിയേഴ്സ് എന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും നമ്മൾ അത് പഠിക്കുക. അപ്പം ഞാൻ അത് ഐ ടുക്ക് ദാറ്റ്. സംഗീതത്തിന് പ്രത്യേകിച്ച് ഭാഷ എന്നുള്ള സംഭവമില്ല. സംഗീതത്തിനല്ല, സംഗീതമാണ് ഭാഷ. തമിഴിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണിത്. വേറൊരു ഭാഷ കാണിച്ചു തെലുഗു. ഇത് ചെറുതായിട്ട് സാർ പറഞ്ഞു തന്നിരുന്നു, ഗാജുല ഗലഗല ചിരി, അതൊക്കെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷെ തെലുഗു ഞാൻ പഠിച്ചിട്ടില്ല. തമിഴ് ഞാൻ എഫേർട്ട് ഇട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. തെലുഗു ഐ വിൽ ലേൺ. ഭയങ്കര സ്വീറ്റ് ലാംഗ്വേജാണ്. ഒരുപാട് എന്താ പറയണ്ടേ, വികാരത്തേക്ക് വല്ലാതെ തലത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കുന്നത് ഭാഷയാണത്. എന്താ കാരണം വെച്ചാൽ അവരുടെ ചേഷ്ടകളിലൊക്കെ വല്ലാതെ വരും അത്. ആക്ച്വലി വരട്ടെ, ഇതേതാണ്? ഇത് വാരണാസിയിൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, സംകട്ട് മോചൻ സംഗീത് സമാരോഹ്. അപ്പോൾ അതിൽ യൂഷ്വലി എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ചൗറസ്യാജി, റോണു മജുംദാർ, അങ്ങനെ ഭയങ്കര പ്രശസ്തരായിട്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ദർ വാസ് എ സ്ലോട്ട്. അപ്പോൾ അതിൽ ആസ് എ ന്യൂ കമ്മർ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. അത് അന്ന് ചൗറസ്യാജി പെർഫോം ചെയ്തു, പിന്നെ എൻ്റെ പെർഫോമൻസ് ആയിരുന്നു, അതിനുശേഷം റോണു മജുംദാർ. അപ്പം തീർച്ചയായിട്ടും അന്ന് അവിടെ ചെന്നു, കാശി വിശ്വനാഥ ടെമ്പിളിലൊക്കെ പോയി, ഗംഗ കണ്ടു. ആൻഡ് വാസ് അമേസിങ്. ഭയങ്കര എക്സ്പീരിയൻസ്. രാവിലെ 3 മണിക്കാണ് ഞാൻ പാടുന്നത്. അവിടെ 5-5:30 വരെ ആൾക്കാർ ഇരുന്ന് കേൾക്കും ആ ടെമ്പിളിൽ പാട്ട്. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം വൈകുന്നേരം മുതൽ അതിരാവിലെ വരെയാണ് ഈ ഫെസ്റ്റിവൽ. മഞ്ജരിക്കുള്ള സ്ട്രെങ്ത് ആണ്. മഞ്ജരി കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനിയും എല്ലാം
ഒരു തന്മയത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാഠവം സ്വായത്തമാക്കി. ഏതെങ്കിലും ഒരു പ്രത്യേക സംഗീത ശാഖയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതായിരിക്കാം മഞ്ജരിയെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന മറ്റൊരു ആൾക്കാരുണ്ട്. വേറെ ഒരാളെ കാണിച്ചു തരാം. ഞാൻ മഞ്ജരി വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലം തൊട്ട് അറിയുന്നതാണ്. ഇവിടെ വന്ന കാലം തൊട്ട് ഒരുപക്ഷെ കേരളത്തിൽ മഞ്ജരി വന്ന സമയത്ത് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ഒരു സ്നേഹിതൻ എന്നല്ല പറയേണ്ടത്, ഒരു പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. വലിയ സൗഹൃദം ആ കുടുംബവുമായിട്ട് പങ്കുവെക്കാൻ ഇടവന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മഞ്ജരിയോട് ഈ അവസരത്തിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് ശാസ്ത്രീയ സംഗീതത്തെയും ഗസലിനെയും അതുപോലെ നമ്മുടെ നാടോടി സംഗീതത്തെയും എല്ലാം ഒരുപോലെ തൻ്റെ കഴിവിൽ ഒതുക്കി, ഒരു ചിമിഴിൽ ഒതുക്കുന്നത് പോലെ ഒതുക്കി ഇങ്ങനെ സംഭാവനം ചെയ്യാൻ ഈ ചെറുപ്രായത്തിൽ മഞ്ജരിക്ക് കഴിയുന്നത്? അതിനുവേണ്ടി ഏതെല്ലാം തരത്തിലുള്ള സാധന ആണ് മഞ്ജരി അനുഷ്ഠിക്കുന്നത് എന്ന് അറിയുന്നത് നല്ലതാണ്. വിദേശത്ത് വളർന്ന കുട്ടി, പക്ഷേ മലയാളി തനിമ ഉൾക്കൊള്ളുന്ന ആലാപന ശൈലി പുലർത്തുന്ന ശാസ്ത്രീയ സംഗീതത്തെ സ്വാംശീകരിച്ച ഗസലുകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മഞ്ജരിക്ക് ഈ ഒരു ഭാവപൂർണിമ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് തുറന്ന് പറയുന്നത് തീർച്ചയായും ഈ രംഗത്തൂടെ വരുന്ന പുതിയ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാർഗദർശകമായിരിക്കും എന്ന് പറയാൻ ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനൊക്കെ ചെലവിക്കണം. എത്ര വലിയ പ്രഗത്ഭരായ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മഞ്ജരിയുടെ അവദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നു. എന്നിട്ടും ജോൺ ബ്രിട്ടാസിനോട് പരാതി തന്നെ, വഴക്കുണ്ടാക്കാനുള്ളൊരു ഒരു പ്രേരണ അവിടെ വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ചെലവുണ്ട് കേട്ടോ, ആസ്വദിച്ചോളൂ. മൈക്കെടുത്ത് ഓണക്കൂർ സാറിന് വേണ്ടിയിട്ട് ഒരു ഗസൽ. जो हम में तुम में करार था. ഞാനും നീയും തമ്മിലൊരു പ്രണയമുണ്ടായിരുന്നു. അത് നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. वो जो हम में तुम में करार था, वो जो हम में तुम में करार था, तुम्हें याद हो कि ना याद हो, तुम्हें याद हो कि ना याद हो, वो जो हम तुम में करार था, तुम्हें याद हो कि ना याद हो, वो ही यार निवादा निभाह का, वो ही यार निवादा निभाह का, तुम्हें याद हो कि ना याद हो, वो जो हम तुम में करार था. वो नए गिले वो शिकायतें, वो नए गिले वो शिकायतें, वो नए गिले वो शिकायतें, वो मज़े मज़े की हिकायतें, वो नए नए वो शिकायतें, वो मज़े मज़े की हिकायतें, वो हर एक बात पे रूठना, वो हर एक बात पे रूठना, तुम्हें याद हो कि न याद हो, वो जो हम तुम में करार था, वो
ഗസലിനോടൊരു പ്രത്യേക മമതയുണ്ടല്ലേ? പ്രണയമാണ്, അനുരാഗമാണ്. അനുരാഗം. ഈ പ്രണയവും അനുരാഗവും പ്രേമവും സ്നേഹവും ഒന്നും ഇല്ലാത്ത ഒരു മഞ്ജരിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ മഞ്ജരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്, സത്യസ്രോതസ് എന്ന് പറയുന്നത് സംഗീതത്തോടുള്ളൊരു പ്രണയമാണല്ലോ. തീർച്ചയായിട്ടും ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ, ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷൻസും ഒക്കെ സംഗീതത്തെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ഫാമിലി ലൈഫ് ഇസ് വെരി ഗുഡ്, സപ്പോർട്ടീവാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ക്രിയേറ്റീവ് ആൾക്കാർക്ക്, ഞാൻ ഒരു അക്കാഡമിക് ക്വസ്റ്റ്യനാണ്, അക്കാഡമിക് ആൾക്കാർക്ക് എപ്പോഴും ഈ പറഞ്ഞ കുടുംബത്തിൻ്റെ പാരഫെർണിയല്ലേ, എന്നാലും എപ്പോഴും നമ്മൾ വേറെ ഇൻഡിവിജ്വലിൻ്റെ സെൻസിബിലിറ്റിയും കൂടി നമ്മൾ നോക്കണം. ക്രിയേറ്റീവ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേ ആർ വെരി ഫെറോഷ്യസ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും അതിലൊരു ബുദ്ധിമുട്ടുകൾ വരുമോ? ഒരിക്കലും ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് അവരൊക്കെ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. സഹിക്കുകയാണ് അവർ സഹിക്കായിരിക്കും എല്ലാവരും, എൻ്റെ പേരൻസ് ആയാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും എല്ലാവരും. ഇതാരാണിത്? മഞ്ജരിയുടെ മുഖഭാവമല്ല കേട്ടോ. മഞ്ജരി മുടിയൊക്കെ കളർ ചെയ്ത് ഒരു ബോളിവുഡ് സ്റ്റൈലിലേക്ക് വന്നു കൂടിയിട്ട്. ഇത് ഏത് കളറാണ് ഉപയോഗിച്ചേക്കുന്നത് മുടിയിൽ? ഇതിനെന്താ പറയുന്നത്? കോപ്പർ ചെസ്റ്റ്നട്ട്. എൻ്റെ ദൈവം, എൻ്റെ ജസ്റ്റ് ഫ്ലൂ ഓവർ മൈ ഹെഡ് ആക്ച്വലി. ഇതാണ് ഇപ്പോഴത്തെ ഞാൻ ഐ കീപ് ട്രൈങ് ഡിഫറെന്റ് കളേഴ്സ്. എനിക്കിപ്പം ഞാൻ വേണമെങ്കിൽ പച്ച കളർ അടിക്കും. ആണോ? പച്ച കളർ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പച്ച, ചുവപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ തല എന്നുള്ളത് പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന തലമുടിയുടെ കാര്യം ഉദ്ദേശിച്ചത്. തലയ്ക്കകത്തും പരീക്ഷണം തന്നെയാണ്, എല്ലാം പരീക്ഷണമാണ്. മഞ്ജരി പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ. ആക്ച്വലി അല്ലേ? Live it the way you like. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ആ രീതിയിൽ അതിൻ്റെതായ ആർജവത്തോടെ ജീവിതത്തെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു പോരാ. വേണമെങ്കിൽ പണ്ടൊക്കെ കുറച്ച് സഭാകമ്പം മടിച്ചു തന്നു, ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോവും, ഒരു കാറിൽ കോളേജിൽ ചെന്നിറങ്ങും, തിരിച്ച് വീട്ടിലേക്ക് വരും. പഠനം കഴിഞ്ഞ് കോളേജിൽ കയറി, കാറിൽ കയറി കാറിൽ നിന്ന് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് കാർ ഡ്രോപ്പ് ചെയ്യും, അവിടെ ചെന്ന് പിന്നെയും ഉച്ചക്കത്തെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തും. ഇത്രയേ ഉള്ളൂ. വേറൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ വേറൊന്നും ഐ വാസ് വെരി എന്താ പറയാ, പാട്ടൊന്ന് പഠിക്കാൻ വേണ്ടി. എന്താണ് ആ പാട്ട്? നഷ്ടസ്വർഗങ്ങളെ പാടാൻ പറ്റില്ലല്ലേ? നഷ്ടസ്വർഗങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മളതിനെ എങ്ങനെ കാണുന്നില്ല. ക്യാമ്പസ് ജീവിതമൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാത്തതിന്റെ ഒരു വിഷമം. ക്യാമ്പസിനകത്ത് ഞാൻ നല്ലോണം അടിച്ചു പൊളിച്ച് ജീവിച്ചു. ക്യാമ്പസിന്റെ പുറത്ത് ഞാൻ പോയിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. വിമൻസ് കോളേജിന്റെ അകത്ത് എന്തോന്ന് അടിച്ചു പൊളി, എന്തോന്ന് ഈ മഞ്ജരി പറയണം. മിണ്ടാണ്ടിരിക്കും വരട്ടെ, വരാനുള്ള ഫോട്ടോ. മഞ്ജരി, you look gorgeous again in this photo. Thank you. SPBക്ക് വേണ്ടി മഞ്ജരി മൈക്ക് എടുക്കുക. മഞ്ജരിക്ക് വളരെ വേണ്ടപ്പെട്ട ഇഷ്ട ഗായകനായ SPBക്ക് വേണ്ടി ഒരു 2 വരി. ഞാൻ അദ്ദേഹത്തോടെ കൂടെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പാട്ട് കേട്ട് നിൽക്കാൻ തോന്നും. എന്നുവെച്ചാൽ കൂടെ പാടാതെ ജസ്റ്റ് കേട്ട് നിൽക്കാൻ തോന്നും. എന്നുവെച്ചാൽ ഐ എം an ardent fan of SPB sir. അതിൽ ഓൾമോസ്റ്റ് എല്ലാ സോങ്സും എനിക്ക് ഇഷ്ടമാണ്. സുന്ദരി കണ്ണാൽ ഒരു സേതി சொல்லடி என்னால் நல்ல தேதி சுந்தரி கண்ணால் ஒரு சேதி சொல்லடி என்னால் நல்ல தேதி நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி என்னோள் நல்ல தேதி ஜன்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக. മഞ്ജരി ഒരു എന്താ പറയാ, ടെലിവിഷൻ്റെ ഒരു അവതാരകയാണ്. സ്വാഭാവികമായിട്ട് ടെലിവിഷൻ അവതാരകയാണ്, ഒരിക്കലും പാസ്റ്റ് ആകുന്നില്ല, അവിടെ നിൽക്കുകയാണ്.
അതുകൊണ്ട് ടെലിവിഷൻ ഷോയ്ക്കുള്ള പരിമിതി എന്ന് പറഞ്ഞാൽ അതിനൊരു സമയപരിമിതിയുണ്ട്. വേണമെങ്കിൽ മഞ്ജരി ഇവിടെ ഇരുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇന്ന് മുഴുവൻ സായങ്കാലം കഴിഞ്ഞും വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിൽക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കും മഞ്ജരിക്കും ഉള്ളത് കൊണ്ട് മാത്രം നമുക്കിവിടെ അവസാനിക്കുന്നു. പക്ഷേ മഞ്ജരിയെ വീണ്ടും ഞാൻ മറ്റൊരു അവസരത്തിൽ ഈ കസേരയിൽ കൊണ്ടിരുത്തുന്നതാണ്. വിട്ടുപോയതും ഞാൻ ബോധപൂർവം മാറ്റിവെച്ചതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നതാണ്. പക്ഷേ JB ജംഗ്ഷൻ ഇത്രയും രസകരമായിട്ട് നടന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ എം സോ ഹാപ്പി. ഇതിനൊക്കെയുള്ള ചെലവുണ്ട്. എന്താ കാരണം അറിയാം, ഒരുപാട് ചോദ്യങ്ങൾ എന്നെ കൊണ്ട് മാറ്റി വെപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പിന്നീട് ഞാൻ കൊണ്ടുപോകും. എന്തായാലും മഞ്ജരി എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ എൻ്റെ കൺമുമ്പിൽ വളർന്നൊരു ഗായികയാണ് മഞ്ജരി. മഞ്ജരിയുടെ ചെറുപ്രായം മുതൽ തന്നെ മഞ്ജരി ഞാൻ കാണുന്നതാണ്. മഞ്ജരിയുടെ കുടുംബാംഗങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങൾ കൂടിയാണ്. മഞ്ജരി ഇനിയും ഈ സംഗീത ലോകത്തിൻ്റെ പല 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 എന്താ പറയുക എവറസ്റ്റുകളും കീഴടക്കിയിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു അഭിനേതാവായിട്ട് കൂടി മഞ്ജരി ഉരുത്തിരിയട്ടെ എന്നുള്ള ആശംസ. നല്ലൊരു സംഗീത സംവിധായകയായിട്ട് മലയാളത്തിലും ഇന്ത്യൻ മറ്റ് സംഗീതങ്ങളിലും ഉയരട്ടെ എന്ന് വരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആയുഷ്മാൻ ഭവ. താങ്ക് യു.